ആണോ നിങ്ങൾ? തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഹിജാബുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, കേരളക്കരയിൽ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് ഊരിയത് ഞങ്ങളാണ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും CPM പോലെയുള്ള ആ ആശയം വെച്ച് പുലർത്തുന്ന മറ്റു പ്രസ്ഥാനക്കാരുടെയുമൊക്കെ ഉള്ളിലെ ഒരു കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന രൂപത്തിലാണ് ഇതിനു മുമ്പ് ഒരു വക്താവ്, അതിൻ്റെ പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം സ്ത്രീകളുടെ തട്ടമഴിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിലൂടെ മുസ്ലിം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും അവരുടെ മതപരമായ ചര്യകളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും മതരഹിത സമൂഹത്തെ വളർത്തിയെടുക്കുവാനും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുമ്പ് മലപ്പുറത്ത് ഫ്ലാഷ് മോബ് മുസ്ലിം പെൺകുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഡിഫിക്കാരും അവരുടെ സഹായികളും പരസ്യമായി ഈ ഇസ്ലാമിക ആശയങ്ങളെയും പണ്ഡിതന്മാരെയും അവഹേളിക്കുന്ന രൂപത്തിൽ മലപ്പുറത്ത് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഇത്തരം അവരുടെ ചെയ്തികളെ കാണാൻ സാധിക്കും. ഫറൂഖ് കോളേജിലെ ജൗഹർ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സഹോദരൻ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായി നടത്തിയ ഒരു ഉദ്ബോധന ക്ലാസ്സിൽ മുസ്ലിം സ്ത്രീ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനിടയിൽ അദ്ദേഹം മുസ്ലിം സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഒരു സാദൃശ്യം പെടുത്തുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ഭർത്തക്കയോട് ഉപമിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഡിഫിക്കാരും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരും അവരോട് ആ വിഷയത്തിൽ യോജിക്കുന്ന എല്ലാവരും ചേർന്ന് ബത്തക്ക സമരം നടത്തിയ പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി വരുന്നു എന്നുള്ളത് വളരെ കാപട്യം നിറഞ്ഞ സംഭവമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് മതരഹിതമായിരിക്കുന്ന ആശയങ്ങൾക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ കാറൽ മാർക്സ് ആണെങ്കിലും എംഗൽസ് ആണെങ്കിലും ലെനിൻ ആണെങ്കിലും മറ്റു അതിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രസ്താവിച്ചവരാണ്, അല്ലെങ്കിൽ അതിന് സാദൃശ്യമായിരിക്കുന്ന പ്രസ്താവനകൾ ഉന്നയിച്ചവരാണ്. ഒരു കാലഘട്ടത്തിൽ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ സർ ചക്രവർത്തിമാരുടെ കോട്ടയിൽ, അവരുടെ കൊട്ടാരങ്ങളിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ രക്തം പുരണ്ട മുസ്ഹഫുണ്ട്, ആ മുസ്ഹഫ് ഞങ്ങൾ മോചിപ്പിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പിന്നാലെ കൂട്ടുകയും പിന്നീട് മുസ്ലിങ്ങളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാ രൂപത്തിലുള്ള പിന്തുണ നൽകിയതിന് ശേഷം അവർ നടത്തിയത് കൂട്ടക്കൊലകളായിരുന്നു, അക്രമങ്ങളായിരുന്നു, അവരുടെ മതത്തിൻ്റെ ചിഹ്നങ്ങളെ പൊളിച്ചു മാറ്റലായിരുന്നു. ഇതൊക്കെ നടത്തിയത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ സംരക്ഷകരായി നിങ്ങൾ വരുന്നതിൽ തീർച്ചയായും അതിലൊരു കാപട്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ NRC CAA വിഷയം വന്നപ്പോൾ ശക്തമായി പ്രതികരിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ. അതിനെ തുടർന്ന് കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നു, ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നു. ഈ പ്രൊട്ടസ്റ്റുകളിൽ പ്രതിയായി പോലീസ് പിടിച്ചത് അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് ചുമത്തിയത്, ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ഏത് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അതിന് NRCക്കും CAAയ്ക്കുമെതിരെ കേന്ദ്രം കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ സമരം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും അതുമായി കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷകരാണോ അല്ല ഒറ്റുകാരാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്.